ഞാൻ പറയുന്നത് ഇതൊരു രാഷ്ട്രീയ പിന്തുണേന്റെ എന്തുകൊണ്ട് ചെയ്ത വഴിക്കടവ് പഞ്ചായത്ത് UDF പഞ്ചായത്താണ്. ആ UDF പഞ്ചായത്തിൽ എന്തുകൊണ്ടാണ് കാട്ടുപന്നികളെ ഇരുവരെയും വെടിവെക്കാനുള്ള ഉത്തരവ് ഷൂട്ടർമാർക്ക് കൊടുക്കാത്തത്? ഇത്രയും ദിവസങ്ങളിൽ വന്യജീവി ആക്രമണങ്ങളിൽ ആളുകൾ മരിച്ചതൊക്കെ ആരുടെ പഞ്ചായത്ത് നോക്കിയിട്ടാണോ? ഞാൻ ചോദിച്ചാൽ വഴിക്കടവ് പഞ്ചായത്തല്ലേ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം? വഴിക്കടവിലല്ലേ ഈ സംഭവം? അവിടെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനാണോ വിനീഷ് ഇത് ചെയ്തത്? അല്ല, എന്റെ ചോദ്യം ഇതാ, വിനീഷ് ഇത് ചെയ്തത് ഏതെങ്കിലും കൃഷിക്കാരന്റെ വിളയെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ? അല്ല, അതിൽ അല്ല അരുൺ സാറ് പറയുന്നതിൽ അതൊരു തെറ്റില്ല. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കാട്ടുപന്നീനെ വേട്ടയാടി പിടിച്ച് അതിൻ്റെ മാംസം വിൽക്കുന്ന ഒരാളാണ്. അത് ശരിയാണ്. പക്ഷേ ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ അല്ലെങ്കിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത് അവിടെ ഒരു റെഗുലർ സംവിധാനം, അവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിത്യസംഭവമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നവർക്കോ തിരുവനന്തപുരത്ത് ഇരിക്കുന്നവർക്കോ ഇതിങ്ങനെ ഈസി ആയിട്ട് പറയാം. കാരണം അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് അത് നിത്യസംഭവമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പഞ്ചായത്ത് പ്രസിഡന്റിനൊന്നും ആ ലെവലിൽ കപ്പാസിറ്റിയുള്ള ആൾക്കാരായിക്കോണമെന്നില്ല. ഇപ്പോൾ ഞാൻ പുൽപ്പള്ളി പഞ്ചായത്തിലൊക്കെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോഴിക്കോട് കുറ്റ്യാടി പഞ്ചായത്തിലൊക്കെ വലിയ പ്രശ്നങ്ങൾ. അദ്ദേഹം എന്താ പറഞ്ഞു പറഞ്ഞാൽ ഇനി ഒരു അധികാരമില്ല, ഞാൻ മുഴുവൻ അധികാരം ഉപയോഗിച്ച് വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാൽ പ്രസിഡന്റുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ ചില പഞ്ചായത്തുകൾക്കൊന്നും കഴിഞ്ഞു വരില്ല. പക്ഷേ ഈ സ്ഥലങ്ങളിലൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നമാണ്. കാരണം 50,000 ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് ഒരു വന്യമൃഗശല്യം ഉണ്ടാകുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പ്ലാനുകൾ ആവശ്യമുണ്ടല്ലോ. ആ പ്ലാനുകൾ തയ്യാറാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനകത്ത് വലിയ സംശയം എനിക്കുണ്ട്. കാരണം നിലമ്പൂർ പോലത്തെ സ്ഥലങ്ങൾ പറയാം. നിലമ്പൂരിലെ സംവിധാനം എന്ന് പറഞ്ഞാൽ എല്ലാ പഞ്ചായത്തും ഇതിൻ്റെ ഭാഗമാണ്. നിലമ്പൂർ ടൗണിൽ ആന ഇറങ്ങുന്നു. വഴിക്കടവ് പഞ്ചായത്തിലൊക്കെ എന്ന് പറയുന്നത് വഴിക്കടവ് എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ബോർഡറാണ്. കാരണം അതിൻ്റെ അവിടുന്ന് അങ്ങോട്ട് കിലോമീറ്ററുകളോളം ബന്ദിപ്പൂർ വനമേഖലയാണ് മേലേക്ക് കിടക്കുന്നത്. അങ്ങ് കിടക്കുകയാണ് മൈസൂർ ബോർഡർ വരെ, തമിഴ്നാടിൻ്റെ ഭാഗം മുഴുവൻ. അപ്പോൾ അവിടുന്ന് വരുന്ന മൃഗങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും ആക്സസ് ഉള്ള ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഏറ്റവും ആക്സസ് ഉള്ള സ്ഥലമാണ് ഈ വഴിക്കടവ് എന്നൊക്കെ പറയുന്നത്. അവിടെ വലിയ രീതിയിലുള്ള വന്യമൃഗ ശല്യമുണ്ട്. അതിനൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുൻപ് ഈ അൻവർ സമരം നടത്തിയത് DF ഓഫീസ് സമരം നടന്ന അൻവറോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അൻവർ പറയുന്നത് അവിടെയൊക്കെ ഒരു ദിവസം MLA കാണാൻ വരുന്ന 80% ആൾക്കാരുടെ പ്രശ്നം ഇതിനൊരു പരിഹാരമാണ്. അങ്ങനെ ഒരു പരിഹാരം ഒരു MLA വിചാരിച്ചപ്പോൾ നടക്കുന്നതല്ലാന്ന് പറയാം. ഇപ്പം ഞാൻ വിചാരിക്കാം ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കി ഈ ആര്യാട മുഹമ്മദ് ജയിച്ചങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ 9 മാസം കൊണ്ട് അവിടുത്തെ ആര്യാട ഷൗക്കത്ത് അവിടെ ജയിച്ചു പോയാൽ 9 മാസം കൊണ്ട് അവിടുത്തെ വനമൃഗ ശല്യ പ്രശ്നം തീർക്കുന്നു. സംശയമുണ്ട്. ഇപ്പോൾ 2 ആഴ്ചയോ കുറച്ച് നാൾക്ക് 2 മാസം മുമ്പാണ് റഷീദ് എന്ന് പറയുന്നത് സമാനമായ രീതിയിൽ ഈ വഴിക്കടവ് തന്നെയല്ലേ നമ്മളന്ന് ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതിഷേധം ഏതെങ്കിലും കോൺഗ്രസ്സുകാരെ കണ്ടോ? കോൺഗ്രസുകളുടെ പ്രതിഷേധം കണ്ടു. അതെന്താ സ്മൃതി ആ പ്രതിഷേധം? ഞാൻ ഈ പ്രതിഷേധത്തിൽ വന്ന കാര്യത്തെക്കുറിച്ചല്ലേ പ്രതിഷേധത്തിന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. നോക്കൂ, വിഷയം ഇതിലെ ഗൗരവത്തിലുള്ള വിഷയത്തിലേക്ക് നിങ്ങൾ ആരും കടന്നില്ല. നിങ്ങൾ ഈ രാഷ്ട്രീയം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. രാഷ്ട്രീയത്തിൽ ഞാൻ ചോദിക്കുന്നത് വനം വകുപ്പിന് വീഴ്ചയുണ്ടോ ഇല്ലേ? വനം വകുപ്പ് പെർഫെക്റ്റ് ആണോ? വനം വകുപ്പ് പെർഫെക്റ്റ് ആണോ? ഈ വിഷയത്തിൽ ഇതിന്റെ ആത്യന്തികമായ വിഷയം ഈ വിഷയത്തിൽ വനം വകുപ്പിന് വീഴ്ചയുണ്ടെന്നേ. വനം വകുപ്പിന്റെ വീഴ്ച കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. KSEB ലൈൻ വലിക്കാമെന്നും ഈ വരുന്ന കാട്ടുപന്നികളെ കൊല്ലാമെന്നും ഇത് കച്ചവടം നടത്താമെന്നും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നത്? വനം വകുപ്പിന് താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് വരുന്നില്ല. ഒറ്റ കാര്യം, ലൈനിൽ നിന്ന് അനധികൃതമായിട്ട് കറണ്ട് എടുക്കുന്നത് KSEB നിയമപ്രകാരം ഒരു കുറ്റകൃത്യം. അത് കുറ്റകൃത്യം ആദ്യം പറഞ്ഞ കാര്യമല്ല. ഒറ്റ കാര്യം പറഞ്ഞ കാര്യമാണല്ലോ. ഒറ്റ കാര്യം, ഈ വട്ടത്തിൽ കറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ചെറിയ വട്ടത്തിൽ കറങ്ങി നിങ്ങൾക്ക് KSEB ലൈൻ വലിച്ച വിനേഷ് എന്നൊരൊറ്റ കുറ്റവാളി ഒരു കറണ്ട് എടുക്കുന്നത് കുറ്റകൃത്യമാണെങ്കിൽ ഒരു നിമിഷം സാർ, ആ കുറ്റകൃത്യം സർക്കാർ സ്പോൺസേർഡ് ആണെന്ന് ഡോക്ടർ അരുൺ ആദ്യം പറയുന്നത് അനന്തുവിന്റെ മരണത്തിന് ഉത്തരവാദി വിനേഷ് എന്ന നായട്ടുകാരൻ മാത്രമാണ്. ആണല്ലോ, ഇവിടെ സർക്കാർ ഒരു വീഴ്ചയില്ല. ശരി, ശരി, മനുഷ്യർ കേൾക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരെ ഇവിടെ കാട്ടാന വരുന്നുണ്ട് അല്ലെങ്കിൽ കടുവയുടെ ശല്യമുണ്ടെന്ന് പറഞ്ഞ എത്ര ഉദ്യോഗസ്ഥർ വിളിച്ചാൽ വരുന്നില്ല എന്നും വാഹനം പോലും ഇല്ല, പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്ന കഴിയാതെ പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് KPCC പ്രസിഡന്റ് K. സുധാകരനാ. ഞങ്ങളും ഭരിച്ചിട്ടുണ്ട്, അന്ന് ഞങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് KPCC പ്രസിഡന്റാ. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ വിഷയത്തിൽ നേരത്തെ സ്മൃതി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2 കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, വിനീഷ് അനധികൃതമായി KSEB നിന്ന് ലൈൻ എടുത്തു. ആ ലൈനിൽ നിന്ന് കറണ്ട് എടുത്തു. ക്രിമിനൽ കുറ്റകൃത്യമല്ലേ? അതിൽ സർക്കാരിൻ്റെ പങ്കെന്താ? സ്മൃതി വ്യക്തമാക്കണം. രണ്ടാമത്തത്,
ഈ വനം വകുപ്പിൻ്റെ ചട്ടപ്രകാരം കാട്ടുപന്നി നിങ്ങൾ നായാടിയാൽ അത് ഈ പറയുന്ന ഓണറി വൈൽഡ് ലൈഫ് വാർഡനായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അനുമതിയില്ലാതെ നിങ്ങളൊരു അംഗീകൃത ഷൂട്ടർ അല്ലാതെ നിങ്ങളൊരു കാട്ടുപന്നിയെ വേട്ടയാടിയാൽ അതും ഒരു ക്രിമിനൽ ഒഫൻസാണ്. ഇനി ഞാൻ പറയട്ടെ, ഈ രണ്ട് കാര്യത്തിലും എന്താണ് സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത്? KSEB ലൈൻ വലിച്ചു, നിയമവിരുദ്ധമായി ലൈൻ വലിച്ചു. ഈ പരിക്കേറ്റ കുട്ടിയുടെ അമ്മ ഇത് പരാതിപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും KSEB നടപടിയെടുത്തില്ല. KSEB വൈദ്യുതി വകുപ്പിന് വീഴ്ചയുണ്ടോ? ഉണ്ടോ? പരാതി KSEB ഉദ്യോഗസ്ഥരോടാണ് പറഞ്ഞത്. വീഴ്ചയുണ്ടോ? പോലീസിൽ പരാതിപ്പെട്ടു എന്ന് പറയുന്നു. പോലീസ് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഒരു പരാതിയും കിട്ടില്ല. ഒരു പരാതിയില്ലാത്ത നാടാണ് അവിടെ നിന്ന് പറയണേ. അങ്ങ് വിശ്വസിക്കാൻ വിശ്വസിച്ചോളൂ. എനിക്ക് നാട്ടുകാരെ ബൈറ്റിലെ വിശ്വാസമുള്ളൂ. അവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നേതാക്കൾ മുഴുവൻ അവിടെ ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി ഈ രൂപത്തിൽ കൊല്ലപ്പെടുമ്പോൾ അവിടുത്തെ പ്രതിപക്ഷം മിണ്ടാതിരിക്കുകയാണ് മാന്യത എന്ന് താങ്കൾ കരുതിയാണെങ്കിൽ നമസ്കാരം. ഒരു കാട്ടുപന്നിയെ പോലും വെടിവെക്കാതെ ഇതേപോലുള്ള ആളുകൾക്കുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു ആ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ഇത് അറിഞ്ഞതേയില്ല. പഞ്ചായത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ വാർഡ് ആരാ ഭരിക്കുന്നത്? ഈ വാർഡിന്റെ കൗൺസിൽ ആരാ? പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ അവിടുത്തെ ആര്യാടൻ ഷൗക്കത്തിന് തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തായ അവിടുത്തെ മുതിർന്ന നേതാവല്ലേ? ആ മുതിർന്ന നേതാവിന് ഈ വിനീഷ് ചെയ്യുന്ന കാര്യം അറിയാമായിരുന്നില്ലേ? പഞ്ചായത്ത് വാർഡ് കൗൺസിൽ ഇത് അറിയാതെ പോയതാണോ? ആ പഞ്ചായത്ത് വാർഡ് കൗൺസിലർ ഉത്തരവാദിത്വപ്പെട്ട ഒരാളല്ലേ? ഇതേപോലെ തൻ്റെ വാർഡിൽ ഇപ്പം ഞാനൊരു വാർഡ് മെമ്പർ ആണെങ്കിൽ എൻ്റെ വാർഡിൽ ഒരാൾ അനധികൃതമായി ജീവൻ അപകടമുണ്ടാക്കുന്ന തരത്തിൽ ഒരു ലൈൻ വലിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വാർഡ് മെമ്പറെ അറിയിച്ചാൽ ആ വാർഡ് മെമ്പർ അറിയാതിരിക്കുകയാണോ? വാർഡ് മെമ്പറാണ് അറിയിച്ചത്. അവിടുത്തെ സഖാവ് അറിയണ്ടേ? അല്ലേ? സഖാവ് രജനി ആരെ അറിയിച്ചില്ല? സഖാവ് രജനി അറിയിച്ചത് പോലീസിനെയും KSEB ഉദ്യോഗസ്ഥരെയാണ്. നടപടിയുണ്ടായോ? ആ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ആയിക്കോട്ടെ, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഞാൻ വാർഡ് മെമ്പറുടെ സംരക്ഷകയായിട്ടൊന്നും ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല. ഒറ്റ കാര്യമുള്ളൂ. പഞ്ചായത്ത് ഭരിക്കുന്നത് UDF. ആ പഞ്ചായത്തിൽ കാട്ടുപന്നി ഇന്നേ വരെ വെടിവെച്ചിട്ടില്ല. അതിനും കുഴപ്പമില്ല. ആ പ്രതിയാക്കി ചേർക്കപ്പെട്ടിരിക്കുന്നയാൾ വിനേഷ് എന്ന് പറയുന്നയാൾ കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി അംഗമാണെന്ന് പറയുന്നു. അയാളാണ് ഈ ക്രിമിനൽ കുറ്റകൃത്യം ചെയ്തത്. അയാൾ കുറ്റസമ്മതം നടത്തുന്നു. അപ്പോഴും അതും പ്രശ്നമല്ല. അപ്പോഴും പഴിയാർക്ക വനം വകുപ്പിനും KSEBക്കും. അതെന്ത് ഏർപ്പാടാ? നല്ല ഏർപ്പാടാണ്. ഒറ്റ കാര്യമുള്ളൂ. എല്ലായിടത്തെയും പഞ്ചായത്തുകൾക്കാണ് ഉത്തരവാദിത്തം. അതങ്ങ് പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ, പഞ്ചായത്തുകൾ വിശാലമായ അധികാരങ്ങൾ എവിടെയൊക്കെ പ്രയോഗിച്ചിരിക്കുന്നു. ഇവിടെ അധികാരമില്ലാത്ത ഒരൊറ്റ ആളേ ഉള്ളൂ, വനംവകുപ്പ് മന്ത്രി. എന്തൊരു നിസ്സഹായനാണ്. വന്യജീവി മനുഷ്യ വിഷയത്തിൽ ഈ കേരളത്തിലെ വനം വകുപ്പും UDFിലെ MP മാരും ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി കേരളം വിചാരിച്ച് നടപ്പിലാക്കാൻ പറ്റുമോ സ്മൃതി? അതാരാ നടപ്പിലാക്കണ്ടേ? വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഭേദഗതി വേണമെന്ന് ആവശ്യപ്പെടേണ്ടതാരാ? കേരളം ആവശ്യപ്പെട്ടിട്ടില്ലേ? എത്ര തവണ ആവശ്യപ്പെട്ടു? അതാണ് ഏറ്റവും ഒടുവിലത്തെ ഞാൻ പറഞ്ഞത്. 2024 നവംബർ മാസം 27-ാം തീയതി കൊടുത്ത മെമ്മോറാണ്ടം അടക്കം, ഏറ്റവും ഒടുവിൽ കൊടുത്തിരിക്കുന്ന 6-ാം തീയതി കൊടുത്തിരിക്കുന്ന പ്രത്യേക കത്തിലെ വിവരങ്ങളടക്കം, അതിനു മുമ്പ് കേരളം ആവശ്യപ്പെട്ട 4 തവണത്തെ പ്രത്യേക കത്തടക്കം കേരളം ആവശ്യപ്പെട്ടു. ഈ വിഷയം പാർലമെന്റിൽ ഒരു വലിയ ചർച്ചാ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ UDFിലെ MP മാർക്ക് കഴിയാതെ പോയതെന്താ? ശരി, നിങ്ങൾ ഈ പറയുന്ന ഈ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരത്തെ കുറിച്ചാണല്ലോ ആ നിയമം. അധികാരമല്ല, അത് മാത്രമല്ല, 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 11 ഷെഡ്യൂൾ 1 അത് ഭേദഗതി ചെയ്യണം. ശരി, ഷെഡ്യൂൾ 1 ഉണ്ടെങ്കിൽ ഷെഡ്യൂൾ 2 മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള നിയമം ആർക്ക്? ഈ വൈൽഡ് ലൈഫ് വാർഡന് എങ്ങനെ പരിധികൾ വെച്ച്, നിലവിൽ കണ്ടീഷനുകൾ വെച്ച്, ഉപാധികൾ വെച്ച്, എന്താണ് ഉപാധി? ആ ഉപാധിയെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ആ ഉപാധി കഴിഞ്ഞ് വരുമ്പോഴേക്കും വന്യജീവിയുടെ പാട്ട്. ഒറ്റ മിനിറ്റ് ഇതിന് ഓരോ കാര്യങ്ങൾക്കും ഇവിടെ ഇപ്പൊ കൊല്ലുന്ന അവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ റെയിൽ ഫെൻസിംഗും ആനക്കിടങ്ങ് ആനമതിൽ എവിടെയായി നിർമ്മാണം? 620 കോടി രൂപ എവിടെ? ഇവിടെ 620 വർഷം 80 കോടി, കഴിഞ്ഞ വർഷം കൊടുത്ത 80 കോടി, 40 കോടി, 70 കോടി രൂപ ചെലവാക്കി. ഇവിടെ പൂർണ്ണമായിട്ടില്ല, ഇതുവരെ നടപടി കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ മാസം കൂടി പറയുന്നത് കണക്ക് പറഞ്ഞില്ലേ? ആ കണക്ക് പ്രകാരം എപ്പോ തുടങ്ങേണ്ട പണിയാണിത്? ഏത് പണി? എന്ത്? ഈ 620 കോടി രൂപയുടെ ഒരു പൈസ പോലും കിട്ടിയിട്ടില്ലെന്നേ.
കേന്ദ്രത്തിന് സമർപ്പിച്ചിരിക്കുന്ന 620 കോടി രൂപയിൽ ഒരു പൈസ കിട്ടിയിട്ടില്ല. അപ്പൊ ശരി, നിസ്സഹായമായ വകുപ്പ് അല്ലല്ല, നോക്കൂ, വനംവകുപ്പിന്റെ കാര്യത്തിൽ എന്റെ നിലപാട് അന്നും ഇന്നും ഒന്നാണ്. വനംവകുപ്പ് മന്ത്രിയുടെ ഇടപെടൽ നമ്മൾ എന്നും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്, വിമർശിച്ചിട്ടുള്ള വിഷയമാണ്. പക്ഷേ ഇവിടെ സ്പെസിഫിക് ആയ വിഷയത്തിൽ ഈ വിഷയത്തെ നിങ്ങൾ ലാർജറായ പെർസ്പെക്റ്റീവിൽ കൂട്ടിക്കെട്ടുമ്പോൾ സംഭവിക്കുന്ന അപകടം എന്ന് പറയുന്നത് ഇവിടെ ഈ കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുന്നവരെ രക്ഷപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വമാണ്. ഇത് വനംവകുപ്പ് മന്ത്രിയുടെ KSCBയുടെ വീഴ്ച എന്നതിനും അപ്പുറം ഇതൊരു അപകട മരണമാണ് എന്നുള്ളതാണ് വാസ്തവം. ആ അപകട മരണത്തിന് ഉത്തരവാദിയെ വിനീഷ്, ആ വിനീഷുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ലാർജ് പെർസ്പെക്റ്റീവിൽ ചർച്ച ചെയ്യുമ്പോൾ ഇത് കേന്ദ്ര നിയമത്തിന്റെ ഭേദഗതി ആവശ്യപ്പെടേണ്ട സാഹചര്യമാണ്. അതിനകത്ത് ഒരു സംശയവും എനിക്കില്ല, അതിനകത്ത് ഒരു സംശയമില്ല. കേരളം മുഴുവൻ നിങ്ങൾക്ക് ഫെൻസിംഗ് നടത്തിയൊന്നും കേരളത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അത്രയും അധികം വലിയ കാട്ടാനയുടെ എണ്ണം അറിയാമോ? ഇപ്പോ 2 മടങ്ങായി. തെരഞ്ഞെടുപ്പ് നേട്ടത്തിനാണോ എന്ന് സംശയിക്കുന്നു എന്ന് പറഞ്ഞ വനം മന്ത്രിയുടെ പ്രതികരണത്തിൽ ഒരു കുഴപ്പമൊന്നും പറയാനില്ല. എനിക്ക് ആകെ ഒറ്റ സംശയമേ ഉള്ളൂ. ഈ അപകടം നടന്ന് വിത്തിൻ സെക്കൻഡ്സ് ഇതൊരു സർക്കാർ സ്പോൺസേഡ് മർഡർ ആണെന്ന് ആര്യാടൻ ഷൗക്കത്തും കോൺഗ്രസ് നേതാക്കളും പറഞ്ഞത് എങ്ങനെയാ? ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷത്ത് CPM ആണെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അയ്യോ നമുക്ക് മിണ്ടാതിരിക്കാം, ഇപ്പോൾ അത് പറയാൻ പാടില്ല എന്ന നിലപാടാണോ? അല്ല, അങ്ങനെയാണോ എടുക്കുക? CPM ചെയ്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശരിയല്ല. അല്ല, അങ്ങനെ ചെയ്യില്ല. പ്രതിഷേധത്തിൽ ഇറങ്ങുന്ന ഞാൻ പറയില്ല. പ്രതിഷേധം തെറ്റാണെന്ന് ഞാൻ പറയില്ല. ഒരു സംശയമില്ല. അത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ വനാതിർത്തികളിൽ ഒരുപാട് മരണങ്ങളായി. സ്വാഭാവികമായും പറയും പ്രതിപക്ഷം. നിങ്ങളിങ്ങനെ മലയോര കർഷകരുടെ വിഷയത്തെ സാങ്കേതികത്വത്തിൽ ഊന്നിക്കൊണ്ട് വിനീഷിന്റെ പ്രശ്നമല്ല ഞാൻ പറഞ്ഞു. അവിടെ കഴിയുന്ന ആൾക്കാരെ കർഷകർ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ അവിടെ ജീവിക്കുന്ന ആളുകളെ ഇത് മലയോര കർഷകരുടെ ജീവിത പ്രശ്നം. എന്താണ് അവിടെ ജീവിക്കുന്നവരുടെ പ്രശ്നം? അവർ കൃത്യമായി പരാതികൾ കൊടുത്തിട്ടും അനങ്ങാതിരുന്ന സർക്കാർ സംവിധാനം. മരണം ഒരു മലയോര കർഷകന്റെ വിഷയമായിട്ടാണോ സ്മൃതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്? ഈ വിനീഷ് അവിടെ ഈ ഫെൻസിംഗ് വെച്ചിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ പറയുന്നത് ഈ മൃഗവേട്ടക്കാരിൽ ഒതുക്കിയാണ്. ശരി, അങ്ങനെ ശരി, ആയിക്കോട്ടെ, ഒന്നും പറയാനില്ല. ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ ഒന്നും പറയാനില്ല. പ്രതിപക്ഷത്തിന്റെ വാചകമായുധമാക്കി ഈ 1 മണിക്കൂർ വാക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപകടം പിടിച്ച വാക്കുകൾ ഇവിടെ ഒന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ നോക്കൂ, അത് ഉപയോഗിച്ചുള്ള ഉത്തരവാദിത്വമാണ്, അത് എന്റെ ഉത്തരവാദിത്വമല്ല. നിങ്ങളുടെ മുന്നിൽ ഈ വാക്ക് ഏറ്റെടുക്കും. കഴിഞ്ഞ പറഞ്ഞിട്ടുണ്ട്. ഇനി CPM പറഞ്ഞിരിക്കുന്ന വാക്ക് പറയൂ, നമുക്ക് അപ്പോൾ ചർച്ച ചെയ്യാം. പറയൂ, CPM ഉപയോഗിച്ച സമാനമായ സാഹചര്യത്തിൽ CPM ഉപയോഗിച്ചൊരു വാക്ക് പറയൂ. ഞാൻ CPM ഉപയോഗിച്ചു മന്ത്രി, വനം മന്ത്രി സെക്കൻഡുകൾക്കുള്ളിൽ നടപ്പാക്കിയതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഒരു കുഞ്ഞിനെ കൊന്നതാണോ എന്ന് സംശയിക്കുന്ന ഒരു വനമന്ത്രി ഇനി എങ്ങനെയാണ് ആ സ്ഥാനത്ത് തുടരുന്നത്? സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്ന് ഇനിയും വ്യക്തമാക്കാൻ അതിൽ പൊള്ളിയവർക്ക് ആ പൊള്ളലും കൊണ്ട് അല്ല, ആ പൊള്ളലിന്റെ പ്രശ്നമല്ല. പൊള്ളിയൊരു കുഞ്ഞിനാ. ആ കുഞ്ഞിനെ പൊള്ളിച്ചയാൾ വിനീഷ. ആ വിനീഷ് എവിടെയാ പ്രവർത്തിച്ചത്? അതും പ്രശ്ന. ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നീലപ്പെട്ടി വിവാദം എന്നുള്ളത് സഹായിച്ചെങ്കിൽ ഈ വിഷയം തിരിച്ചടിക്കാൻ പോകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് എന്റെ ടേക്ക്. കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ട് കോൺഗ്രസ് പ്രവർത്തകനായ വിനീഷ് വന്നു. അല്ലല്ല, ഒരു സെക്കൻഡ്. ഈ വനം വന്യമൃഗ നിർത്താം. അല്ല, ഈ വനം വന്യ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അല്ല എന്നാണല്ലോ അരുൺ സാർ പറഞ്ഞു വരുന്നത്. എറണാകുളം ടൗണിലല്ലല്ലോ. ഈ വിഷയം തന്നെയാ പറയുന്നത്. എറണാകുളം ടൗണിലോ ഫോറസ്റ്റിന്റെ ഉള്ളിലോ അല്ലല്ലോ കൊണ്ട് ഗണി വെച്ചത്. ഫോറസ്റ്റിന്റെ ഉള്ളിലാ. ഏതോ ഇത് വനമേഖലയിലാണ് ഇതിന്റെ 80% ഫെൻസിംഗ് കിടക്കുന്നത്. അതെങ്ങനെയാ സാറേ? പുഴേന്റെ ഇപ്പറേ ലൈനിൽ നിന്നെടുത്ത് ഈ ഭൂരിഭാഗവും വനഭൂമിയിലൂടെ വന്ന് ഇത് നേരെ തോട് കടന്ന് കൃഷിഭൂമിയുടെ സൈഡിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് എവിടെയാ കിടക്കുന്നത്? വളരെ കൃത്യമായിട്ട്. കാര്യം ഇത് രാവിലെ മുബഷീർ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ അത്രേ ഉള്ളൂ. ഒരു കാര്യം പ്രാർത്ഥിച്ചോട്ടോ, ഈ 19-ാം തീയതി വരെ ഒരു ആനയും പുലി ഇറങ്ങാതെ പ്രാർത്ഥിച്ചു. അത് വേണം.
അത് അല്ലെങ്കിൽ ഈ ന്യായം മതിയാവില്ല. ആന്റോ അഗസ്റ്റിൻ അതിന് വനം വകുപ്പ് പ്രത്യേക ജാഗ്രത എടുത്തിട്ടുണ്ടെന്നും അത് ഈ 19-ാം തീയതി കഴിയുമ്പോൾ ആ ജാഗ്രത കുറയുമെന്നും എനിക്ക് അഭിപ്രായമുണ്ട്. ഞാൻ ആ കാര്യത്തിലൊന്നും വനം വകുപ്പിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ആളെയല്ല. ഒരു മീറ്ററിൽ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ വെക്കും. കാര്യം ഇത് ആനയോ കടുവയോ ഇറങ്ങാതിരിക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പിന്റെ വിഷയമാണെങ്കിൽ അങ്ങനെയല്ല വനം വകുപ്പിനെ കാണേണ്ടത് എന്ന അഭിപ്രായം എനിക്കുണ്ട്. വനം വകുപ്പിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം ഇല്ല എന്നുള്ളത് കൂടി ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. പക്ഷേ ഈ വിഷയം രാഷ്ട്രീയവൽക്കരിക്കാനായിട്ട് രാഷ്ട്രീയ വിഷയമായി പരിഗണിച്ചത് അങ്ങേയറ്റം ഖേദകരമായി പോയെന്നാണ്. അങ്ങനെ അരുൺ സാർ പറഞ്ഞത് കറക്റ്റാണ്. അങ്ങനെ കോൺഗ്രസിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇലക്ഷൻ തുടങ്ങിയ ആദ്യത്തെ പ്രചരണ വിഷയം അതാണ്. റഷീദിനെ വീട്ടിൽ കണ്ടില്ല. അത് റഷീദിന്റെ വീട്ടിൽ പ്രതിഷേധമില്ലാത്തത് അതെന്താ? സർക്കാർ സ്പോൺസറുടെ കൊലപാതകമല്ലാത്തത് സ്വന്തം സഹപ്രവർത്തകന്റെ അല്ലേ? ഇരട്ടത്താപ്പ്. Meet the editors.